Hello everyone, how are you all? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. As teenagers, of course, we love to follow the trend and eat trendy foods. But it's not easy to make it, that's what we think. But how about introducing an easy dish? And here's an awesome recipe. My name is Amrita and I'll be here to share a recipe with you all. പേരൻസിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ആക്കിയാലോ. സോ ബേസിക്കലി ഐം ഗോണ ഇൻട്രൊഡ്യൂസ് ദ ഇൻഗ്രീഡിയൻസ് ടു യു ഫസ്റ്റ്. അപ്പം വി നീഡ് ടർമറിക് പൗഡർ, some butter, ketchup, ginger garlic paste, lemon, red chili powder, sliced tomato, sliced onion, paneer, pepper, salt, cucumber, garam masala, curd and sliced capsicum. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം തന്നെ നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ കോട്ടേജ് ചീസ് അല്ലെങ്കിൽ പനീർ നമുക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ അതിനായിട്ട് സോട്ടേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നമ്മളാദ്യം ചില്ലി പൗഡറാണ് ഇടുന്നത്. 2 tablespoon ചില്ലി പൗഡർ. ദെൻ വി ഹാവ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതും 2 tablespoon ഇട്ടോളൂ. ടർമറിക് പൗഡർ, just half teaspoon. Then we have some pepper. I'm gonna add 1 teaspoon. Then garam masala, just a bit. Now we are gonna add some curd. Now we are gonna add some olive oil. Now we have to mix it. ഒരു ടാങ്കി ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇച്ചിരി ലെമൺ എടുക്കുക, അത് സ്ക്വീസ് ചെയ്യുക. ഹാഫ് ലെമണാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്, അത് സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുക ഒന്നുകൂടെ. സോ ആ പനീർ മിക്സ്ചർ ഇസ് നൗ റെഡി. നമ്മളൊരു സൈഡിൽ വെക്കാം. എന്നിട്ട് നമുക്ക് കടായി എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെക്കുക സ്റ്റവ്. ആൻഡ് we have some olive oil to do with that. Just ഒന്ന് സ്റ്റവ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആൻഡ് ദെൻ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ്ചർ നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്യാം. സിമ്മറിലിടാം. സ്റ്റഫ് സിമ്മർ മോഡിൽ. നമുക്ക് അതിനകത്തോട്ട് സോൾട്ട് ഇട്ട് കൊടുക്കാം. അപ്പ് ടു യുവർ ടേസ്റ്റ്, നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഇടാം. നമ്മുടെ മിക്സ്ചറിലോട്ട് നമുക്കിനി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന അനിയൻ നമുക്ക് ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. Now we are going to add the sliced tomato. ഞാനിവിടെ ഒരു സ്ലൈസ് ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. വെജിറ്റബിൾസ് നമ്മൾ ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഒന്നായി കരിയുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതിന് മുമ്പ് ജസ്റ്റ് ഒരു ക്രഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു 2 minutesത്തേക്ക് നമുക്ക് ആ മിക്സ്ചർ ഒന്ന് വെക്കാം. ലിഡ് എടുക്കുക, ക്ലോസ് ചെയ്യുക ഫോർ 2 minutes. നമ്മുടെ സിം ആയിട്ടുണ്ട്. ദെൻ we are gonna open it. അപ്പോൾ ജസ്റ്റ് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ സംഭവം. ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കാം. ഇനി നമ്മൾ ചപ്പാത്തിയാണ് നമ്മുടെ റോളിൻ്റെ ബേസായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പം അതിലോട്ട് പോകാം. നമുക്ക് തവ എടുത്ത് നമ്മൾ ഇവിടെ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ നമ്മൾ ഓൾറെഡി റോൾ ചെയ്ത ചപ്പാത്തി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്ലേറ്റിൽ ഇവിടെ ഉണ്ട്. ജസ്റ്റ് തവ ഒന്ന് ചൂടാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. തവ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ബട്ടർ എടുക്കാം. നമ്മൾ
ഓൾറെഡി റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി എടുത്ത് നമ്മുടെ തവയിലോട്ടിടാം. നമുക്കിനി ഇത് മറിച്ചിടാം. ഇപ്പോഴത്തെ സൈഡിലും കൂടെ കുറച്ച് ബട്ടർ ഇടാം. സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബട്ടേർഡ് റോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിന് പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ റോട്ടിയിലോട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ്ചർ ജസ്റ്റ് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഇടാം. കെച്ചപ്പ് നമ്മുടെ സൈഡിലോട്ട് ഇച്ചിരി ഇട്ട് കൊടുക്കാം. ആൻഡ് ദെൻ ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസും കൂടെ ആഡ് ചെയ്യാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ സ്ലൈസ്ഡ് ചീസാണ് എടുത്തിരിക്കുന്നത്. സോ വി ഗോണ പ്ലേസ് ഇറ്റ് റൈറ്റ് ഹിയർ ആൻഡ് ദെൻ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലോട്ട് വെക്കാം. ദെൻ വി ഗോണ പ്രിപ്പയർ salad. Ini for our side salad, we are going to add some curd first. നമ്മൾ എടുത്ത് വെച്ചിരുന്ന curd നമ്മൾ മൊത്തം ഇതിനകത്ത് ഇട്ടു. Then we are going to add some cucumber. നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന കുക്കുംബറാണ്. ഞാനിവിടെ ഒരു കുക്കുംബറാണ് എടുത്തിരിക്കുന്നത്. മിക്സ് ഇറ്റ്. ഇതിനകത്ത് നമ്മൾ ഒരു ഹാഫായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ലെമൺ ഒഴിച്ച് കൊടുക്കുക. സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. പിഞ്ച് ഓഫ് സോൾട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ദെൻ വി ഗോണ ആഡ് സം റെഡ് ചില്ലി ഫ്ലേക്സ്. ഇത് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, വളരെ ഓപ്ഷണലാണ്. ആൻഡ് ഇത് ഇച്ചിരി ഒറിഗാനോ ആയിരുന്നു, ജസ്റ്റ് ഫോർ ദ ടേസ്റ്റ്. Give it a good mix. Add some pepper as well. So pepper. Give it a good stir. And our side salad is also ready. ഇനി നമുക്കിതെല്ലാം ഒന്ന് പ്ലേറ്റ് ചെയ്തെടുത്താലോ? അതോടുകൂടെ തന്നെ നമ്മുടെ ഈ ചെറിയൊരു റെസിപ്പി നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്നേഹവും നമ്മുടെ ഇൻട്രസ്റ്റും എല്ലാം കൂടെ ചേർന്ന് നമ്മൾ ഉണ്ടാക്കുന്ന സംഭവം നമ്മൾ തന്നെ എടുത്ത് കഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അതോടുകൂടെ തന്നെ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അതിന് മുമ്പ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പതാണ് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രമല്ല, നല്ല ടേസ്റ്റാണ്. അപ്പം തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അതോടുകൂടെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.